ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ ആഴ്ച ലാലേട്ടൻ സ്ഥലത്തില്ലാത്തതിനാൽ എവിക്ഷൻ മാറ്റിവെച്ചു എന്നൊരു പ്രഖ്യാപന എപ്പിസോഡിന്റെ അവസാനം ലാലേട്ടൻ പറയുകയുണ്ടായി. ഈ ആഴ്ച എവിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എല്ലാവരെയും തന്നെ ഇരുത്തി. ആദില നൂറ, അതേപോലെ തന്നെ ആര്യൻ, മുനീല്, രേണുസുതി നോമിനേഷനിൽ വന്ന എല്ലാവരെയും ഇനിയിപ്പിച്ച് നിർത്തിയിട്ട് പിന്നെ ഇരുത്തുകയാണ് ചെയ്തത്. ഈ ആഴ്ച നോമിനേഷൻ ഇല്ല എന്നൊരു പ്രഖ്യാപനം ലാലേട്ടൻ എല്ലാവരുടെ അടുത്തുമായിട്ട് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോളും ജിസയിലും നോമിനേഷനിൽ ഉണ്ടാവും. ഇവരുടെ കൂടെ തന്നെയാണ് ഈ വരുന്ന ആഴ്ച അനുമോളും ജിസയിലും നോമിനേഷനിൽ ഉണ്ടാവുക. പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവര് രണ്ടുപേരെയും നോമിനേഷനിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ വരുന്ന ആഴ്ച വളരെ നിർണായകമായ ഒരു എവിക്ഷൻ നടക്കാൻ സാധ്യതയുള്ള ഒരാഴ്ചയാണെന്നാണ് തോന്നുന്നത്. ഒരു സ്ട്രോങ് മത്സരാർത്ഥി ഹൗസിന് പുറത്തേക്ക് പോകും എന്നാണ് തോന്നുന്നത്. 1-2 പേര് സ്ട്രോങ് ആയിട്ടുള്ളവര് ഹൗസിന് പുറത്തേക്ക് പോകും എന്നാണ് തോന്നുന്നത്. പിന്നെ വന്യമായ ചിലര് ഹൗസിനുള്ളിലേക്ക് കടക്കും എന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. വന്യമായ ചിലര് കേട്ടോ, വൈൽഡ് ആയിട്ടുള്ള 1-2 ജീവികളെ ഇറക്കി വിടാൻ പോവുകയാണ് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. വൈൽഡ് കാർഡുകൾ വരാനായിട്ട് പോവുകയാണ്. ഈ സീസണിന്റെ തലവര തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള കുറെ വൈൽഡ് കാർഡുകളെ ആയിരിക്കും അവർ ഹൗസിനുള്ളിലേക്ക് കയറ്റുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇതുവരെയുള്ള ഗെയിമും കാര്യങ്ങളും ഒക്കെ വളരെ അലർന്ന രീതിയിലുള്ള ഗെയിമുകളാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഗ്രൂപ്പിസവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പൊ അലർന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അനുമോൾ ജിസയിൽ ഒരു വമ്പൻ പ്രശ്നമായിട്ട് ഉണ്ടായിരുന്നു. അത് ഇന്നത്തോടെ ഏകദേശം 6 തണുത്ത മട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പുറത്തുനിന്ന് ആരെങ്കിലും വന്നത് ആളി കത്തിച്ചാൽ ചിലപ്പോൾ കത്താൻ സാധ്യതയുള്ള ഒരു ഇഷ്യൂ ആണ് അനുമോൾ ജിസയിൽ. കണ്ടു തന്നെ അറിയാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.